ഇവിടെ KSRTC ബസ്സില് ഫ്രീ യാത്ര സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്ക് മുന്നിലേക്ക് ഞാൻ പ്രസന്റ് ചെയ്യുന്നു മേരി ലൂയിസ് ഏറ്റ. അതെ, ഫുട്ബോളിലെ തന്നെ വേൾഡില് ടോപ്പ് 5 ലീഗിൽ ഒന്നായ ബുണ്ടസ് ലീഗയില് യൂണിയൻ ബെർലിൻ എന്ന ടീമിനെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ സാന്നിധ്യം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അഭിമാനകരമായ ഒരു നിമിഷമാണ് അല്ലെ. അതായത് ബുണ്ടസ് ലീഗ പോലെ ഒരു ലീഗില്, ഒരു മേജർ ലീഗിൽ ഒരു ടീമിനെ മാനേജ് ചെയ്യുന്ന ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ല. ലോകത്തിലെ തന്നെ ആദ്യത്തെ ഒരു ടോപ്പ് 5 ലീഗിൽ ഒരു ടീമിനെ മാനേജ് ചെയ്യുന്ന അതും മെൻസ് ടീമിനെ മാനേജ് ചെയ്യുന്ന ആദ്യത്തെ കോച്ച്, ആദ്യത്തെ വുമൺസ് കോച്ച്, ആദ്യത്തെ വുമൺ മാനേജർ എന്നുള്ള ഒരു പദവിയിലേക്ക് പുള്ളിക്കാരി എത്തിയിരിക്കുകയാണ്. ഭയങ്കര അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷമാണ്. പലർക്കും റോൾ മോഡൽ ആക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇഡോൾ ആക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വ്യക്തിത്വമായിട്ട് പുള്ളിക്കാരി മാറിയിരിക്കുന്നത്. സോ എനിക്ക് തോന്നുന്നു ഞാൻ ഇതിനു മുമ്പ് ഒന്ന് ഇതേപോലെ ഒരു സ്ത്രീയെ കുറിച്ച് ഓർത്ത് പ്രൗഡ് അടിച്ച മറ്റൊരു ഫുട്ബോൾ മൊമെന്റ് ഉണ്ട്. അതായത് അലക്സിയ പുട്ടേലിയസ്. നമുക്കറിയാം പുള്ളിക്കാരിയുടെ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ സാധാരണ അടിച്ച പോലെ ആയിരുന്നില്ല ആ ഗോള്. ഒരു ഗോൾ അടിച്ചിട്ട് പെട്ടെന്ന് ആ നിമിഷം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ അങ്ങ് ഫ്രീസായി നിന്നുപോയി. സോ ഞാൻ ആ നിമിഷത്തിൽ എന്റെ കൂടെയുള്ള എന്റെ ടീംമേറ്റ്സ് ഒക്കെ ആഘോഷിക്കുമ്പോൾ ഞാൻ ഫ്രീസ് ആയിട്ട് നിൽക്കുകയാണ്. സോ ആ സമയത്ത് എന്റെ മൈൻഡിലൂടെ പൊക്കോണ്ടിരുന്നത് മറ്റൊന്നുമല്ല, ക്യാമ്പ് നൗവില് ആദ്യമായി ഗോൾ അടിക്കുന്ന സ്ത്രീ അത് ഞാനായിരുന്നു എന്നുള്ളതാണ്. അപ്പോ അതായത് വെറും ക്യാമ്പ് നൗ അല്ല, മെസ്സിയുടെ ക്യാമ്പ് നൗ, നെയ്മറുടെ ക്യാമ്പ് നൗ, റൊണാൾഡീനിയോയുടെ ക്യാമ്പ് നൗ, അങ്ങനെ പറയാനാണെങ്കിൽ നിരവധി ലെജൻഡുകളുടെ ക്യാമ്പ് നൗ. അപ്പോ സ്ത്രീകളില് നമ്മൾ കണ്ടിട്ടുള്ള കുറെ ആളുകളുണ്ട്. അപ്പൊ അവരിൽ അതേപോലെ നമുക്ക് എഴുതി ചേർക്കാൻ പോകുന്ന ഒരു വ്യക്തിത്വമായിട്ട് ഈ പുള്ളിക്കാരി മാറുന്നു. വളരെ സന്തോഷമുണ്ട്. ഭയങ്കര പ്രൗഡ് മൊമെന്റ്. താങ്ക് യു.